ഇപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, കൊച്ചായിക്കോട്ടെ എല്ലാവരും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറന്നു കളയാനാണ് എനിക്ക് ആഗ്രഹം. ഇനി തെറ്റും ശരിയും രണ്ട് ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെന്തോ ഇപ്പം ഇത്രയൊക്കെയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. നമ്മളിപ്പോൾ കണ്ടതല്ലേ. ഇപ്പം പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. നാളെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥമില്ലാതായിപ്പോവും. ഒരുപാട് നാളായിട്ട് അവരുടെ അടുത്ത് പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് ഫാമിലിയായിട്ട് ഒന്നും കൂടെ ഒന്നിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവർ ഒരിക്കലും പിരിയാൻ പാടില്ലെന്നൊരു ആഗ്രഹം കൊണ്ട് തന്നെ ഒരുപാട് പേര് നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും അത് പറഞ്ഞു തീർക്കണം, തിരിച്ചുണ്ടെങ്കിൽ സംസാരിച്ച് എല്ലാം ശരിയാക്കി പഴയ കണക്ക് വ്ളോഗൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനെ തുറന്നുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടെങ്കിൽ ഇതേ കണക്കുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു, തനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല, പിന്നെ അവർ സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിലാണ് പോകണമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്തിരിക്കുന്ന മൃദുലയുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നതാണ്. മൃദുലയ്ക്കുണ്ടെങ്കിൽ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അതങ്ങോട്ട് ദഹിക്കുന്നൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാനും അവരോട്ട് സംസാരിക്കാനൊന്നും വലിയ താല്പര്യമില്ലെന്ന് നമുക്ക് ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ തിരിച്ചറിയുന്നതാണ്. പക്ഷേ എന്നാൽ പോലും ഏതൊരു ഫാമിലിയിലുള്ള പ്രശ്നമായിരുന്നാലും ശരി, അത് പറഞ്ഞു തീർക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഫാമിലിയാണുള്ളത്. എന്ത് പ്രശ്നം വന്നാലും അത് മാക്സിമം പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ബോണ്ടിങ് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. എല്ലാ ഫാമിലിയിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാ രീതിയിലാണ്. അതുകൊണ്ട് ഈ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിടാതെ അതിന് പകരം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഏത് പ്രശ്നങ്ങളായാലും തീരുന്നതായിരിക്കും. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.